ചിലർ വിചാരിക്കുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ട് ജീവിക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെയാണ്. അത് ശരിയായ രീതിയല്ല. അതുപോലെ ചില പെൺകുട്ടികളും വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് നമ്മൾ ചോദിക്കുന്നതൊക്കെ കൊണ്ടുവരുന്ന ഒരു അക്ഷയപാത്രം എന്നാണ്. അതും ശരിയായ രീതിയല്ല. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടി എന്തൊക്കെ ഉണ്ട് അത് ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഭാര്യയുടെ കയ്യിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടോ, അവൾ നമ്മളെ ആശ്രയിച്ചല്ലേ കഴിയുന്നത്, അഥവാ വരുമാനം ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ഉണ്ട്. പിന്നെ ഭാര്യ ആയിരിക്കും എൻ്റെ കയ്യിലുള്ള കാശ് എൻ്റെ കയ്യിലിരുന്നോട്ടെ, ഭർത്താവ് വേണം വീട്ടുകാരും എല്ലാം നോക്കാം. അതും ശരിയായ രീതിയില്ല. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരുടെയും സമ്പാദ്യം ഒരുപോലെ രണ്ടുപേരും ചിലവാക്കി ജീവിക്കുന്നിടത്ത് വളരെ സന്തോഷമായിരിക്കും. എന്നും അവർ സമ്പന്നരുമായിരിക്കും. കാരണം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ അവർ ഒരുമിച്ച് ആ ബുദ്ധിമുട്ട് പങ്കിടുമ്പോൾ ഉള്ള സന്തോഷം നമുക്കൊന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമുക്കൊന്ന് തളർന്നു പോകുമ്പോൾ, നമ്മളൊന്ന് വീണുപോകും എന്നുള്ള അവസ്ഥയിൽ ആ താങ്ങി നിർത്തലുണ്ടല്ലോ, അത് വളരെ വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ പീഡകളോ ഒക്കെ വരുമ്പോൾ ആ പരസ്പരം കൂടെയുള്ള പങ്കാളി ചേർത്ത് പിടിച്ച് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിക്കുമ്പോൾ ഉള്ള ആശ്വാസം വളരെ വലുതാണ്. അതാണ് ജീവിതം. ഭാര്യ വീട്ടുകാരായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും അനാവശ്യമായിട്ട് ഇടപെട്ടാൽ ആ കുടുംബം ഛിന്ന ഭിന്നമാകും. ഭാര്യ ഭർത്ത ബന്ധത്തിൽ മറ്റുള്ളവരൊരിക്കലും ഇടപെടരുത്. ഇനി പലയിടത്തും ഡൈവോഴ്സ് എന്നുള്ളത് മാത്രമാണ് കേൾക്കാനുള്ളത്. കാരണം എന്താണെന്ന് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല, പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം പണ്ടൊക്കെയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞങ്ങ് പോയ വീട്ടുകാർ പിന്നെ ഇടപെടുകയേ ഇല്ല, അവരായി അവരെ പാടായി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒന്നും രണ്ടും മാത്രമാണ് ഓരോ വീടുകളിലുള്ള കുട്ടികൾ. അപ്പം ആ കുട്ടി ഒന്ന് തുമ്മിയാൽ മതി വീട്ടുകാർ ഓടിഞ്ഞെത്തും. ശരിക്കും ആ കുട്ടിയെ തനിയെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ അനുവദിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾ ശരിക്കും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുകയുള്ളൂ. കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഒരാളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഒക്കെ വന്നാൽ മറ്റേ ആൾ കൂടെ നിന്ന് സഹകരിച്ച് കൂടെ ചേർത്ത് കൊള്ളുന്നതിലാണ് വളരെ സന്തോഷം. അവിടെയാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കണം, നീ എല്ലാം നോക്കാം, അവരാണ് നോക്കാൻ, അവർ കാശെല്ലാം മുടക്കട്ട്. അതല്ല ശരി. ഒരു ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാൽ ഭർത്താവ് നോക്കണം. കയ്യിൽ കാശില്ലെങ്കിൽ അവിടെ നമ്മൾ എവിടെ നിന്നെങ്കിലും കടം എടുത്തെങ്കിലും അന്വേഷിക്കണം. അവിടെയാണ് സ്നേഹം കാണാൻ പറ്റുന്നത്. ചില കുടുംബങ്ങളിൽ ഭർത്താവിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ എടി നീ നോക്കിയൊന്നും വേണ്ട, അവൻ്റെ ആളുകൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പഠിപ്പിച്ചു കൊടുക്കും. അത് തെറ്റാണ്.